രക്ഷപ്പെടുവാനുള്ളൊരു വഴി കാണുന്നില്ല. ഉയർച്ചയ്ക്കുള്ളൊരു പാത തെളിഞ്ഞു വരുന്നില്ല. ഇന്നും അപ്രകാരം ഹൃദയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂത് 91 സങ്കീർത്തനം 14 വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്, യേശുവിനെ അറിഞ്ഞതുകൊണ്ടുള്ള നന്മകൾ, കർത്താവിനെ അറിഞ്ഞത് നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ പാത തെരഞ്ഞെടുത്തത് നിമിത്തമുള്ള ഉയർച്ചകൾ. ഇന്നും മറ്റ് ജീവിതങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നില്ലേ, എന്ത് കിട്ടി, എന്ത് കിട്ടി? ഈ വഴി തെരഞ്ഞെടുത്തിട്ട്, ഈ കൂട്ടത്തിലായിട്ട് എന്ത് കിട്ടി? ഇപ്രകാരമൊക്കെ പരിഹാസം കേൾക്കുന്നു. അവിടെ എല്ലാം മൗനം പാലിക്കുക, ഒന്നും പറയാനില്ല. ഒത്തിരി ദൂത് ഹൃദയത്തിനകത്തുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങളും ഹൃദയത്തിനകത്തുണ്ട്. പക്ഷേ അത് കാണാനില്ല, ദർശിക്കാനില്ല. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, അവരുടെ മുമ്പിൽ ദൈവം കർത്താവിൻ്റെ ശക്തിയുള്ള കരം വെളിപ്പെടുത്തും. കർത്താവിനെ അറിഞ്ഞത് നിമിത്തമുള്ള ഒരു ഉയർച്ചയുണ്ട്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നിമിത്തമുള്ള ഒരു നന്മയുണ്ട്. അത് കർത്താവ് വെളിപ്പെടുത്താൻ പോവുക. ഇന്ന് രക്ഷപ്പെടുവാൻ വഴി കാണുന്നില്ല, യാതൊരു മാർഗവും തെളിഞ്ഞു വരുന്നില്ല. അങ്ങനെ ഭാരപ്പെടുന്ന ദൈവമക്കളോടുള്ള ദൂത്, കർത്താവിനെ അറിഞ്ഞില്ലേ, അത് മതി. ദൈവം ഉയർത്തിക്കോളും, ദൈവം മാനിക്കും. കർത്താവ് തക്ക സമയം ദൈവ പദ്ധതികൾ വെളിപ്പെട്ട് വരും. വഴി അറിഞ്ഞില്ലെങ്കിലും ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട. ആ വഴി കാണാത്തത് കൊണ്ടല്ലേ നിരാശ. പക്ഷെ ദൈവത്തെ അറിഞ്ഞില്ലേ, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലേ, രുചിക്കേണ്ടതുപോലെ രുചിച്ചില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, അതാ ജീവിതത്തിൻ്റെ പാതകൾ, അതാ ദൈവത്തിൻ്റെ വഴികൾ, ദൈവം ഒരുക്കാൻ പോകുന്ന മേഖലകൾ. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. നിന്നെ ഉയർത്തുന്ന ഒരു മനുഷ്യനല്ല, ദൈവമാണ്. അതുകൊണ്ട് വചനം വ്യക്തമായി പറയുന്നു, ഞാൻ അവനെ ഉയർത്തും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് കരയുന്ന മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമേറ്റെടുത്തോ. കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുക. തലമുറയെ ദൈവ ഉയർത്തുന്നത് ഏറ്റവും അധപ്പതനം പോലെ, ഏറ്റവും മരുഭൂമിയുടെ തലങ്ങളാണെങ്കിലും ഉയർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ലെങ്കിലും ദരിദ്രനെ കുപ്പയിൽ നിന്നും എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ കർത്താവിന് ഇന്നും നമ്മുടെ അവസ്ഥയിൽ ഏത് തലത്തിൽ നിന്നും ഒരുവനെ ഉയർത്തുവാൻ കർത്താവിന് പ്രാപ്തിയുണ്ട്. ഇന്ന് കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് ഇടപെടുക. ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. യോസഫിനെ ഉയർത്തിയത് യാക്കോബല്ല, തൻ്റെ സഹോദരങ്ങളല്ല, തൻ്റെ പരിചയക്കാരല്ല. യോസഫിനെ ദൈവം ഉയർത്തിയത്, യോസഫിന് പറയാൻ പറ്റും, എൻ്റെ ദൈവ എന്നെ ഉയർത്തിയത്. ദാവീദിനെ ഉയർത്തിയത് തൻ്റെ പിതാവല്ല, തൻ്റെ സഹോദരങ്ങളല്ല. ദാവീദിന് സാക്ഷ്യം പറയാൻ പറ്റും, എൻ്റെ ദൈവ എന്നെ ഉയർത്തിയത്. യോബിനെ ഉയർത്തിയത് യോബിൻ്റെ സ്നേഹിതന്മാരല്ല, കർത്താവാണ്, ദൈവമാണ് ഉയർത്തിയത്. യോബിൻ്റെ സാക്ഷ്യം, എൻ്റെ ദൈവമാണ് എന്നെ ഉയർത്തിയത്. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, സാക്ഷ്യത്തിൽ ഒരു മനുഷ്യരുടെ പേര് അല്ല ദൈവം തരാൻ പോകുന്നത്. കർത്താവ്, യേശുനാഥൻ, അരുമനാഥൻ, എൻ്റെ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന് അപ്രകാരം അതരം ചലിപ്പിക്കുന്ന ദൈവിക വഴികളും ദൈവോന്മുഖ പദ്ധതികളാ കൂടാരത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്ന ഈ ദൂത് വിശ്വസിച്ചോ. ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കാൻ പോവാ. വഴി അറിയുന്നില്ല, സാഹചര്യങ്ങൾ അറിയുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞു. അത് മതി. ആ തലത്തിലാ ദൈവിക വാഗ്ദത്തങ്ങൾ
ചലിക്കുന്നത്, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. അപ്രകാരം ദൈവം ഉയർത്തും, ദൈവം തലമുറയെ ഉയർത്തും. ആ നിലയിൽ മാനിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം, കർത്താവിൻ്റെ ദൂത് വഴി അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ അറിയാം. മനസ്സലിയുന്ന, അത്ഭുതം ചെയ്യുന്ന, വാതിൽ തുറക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ ആ കരം കർത്താവ് ഇന്ന് കേൾപ്പിച്ച ദൂത് പോലെ ചലിക്കട്ടെ. വചനം കേൾക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഏത് താഴ്ചയും മാറ്റി ഉയർച്ചയുടെ മണ്ഡലങ്ങൾ വെളിപ്പെടുത്തി ദൈവം മാനിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.